Hi everyone, welcome back to English Ladder. ഞാൻ ലിൻറ്റോ ജോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന 25ഓളം ഇംഗ്ലീഷ് സെൻറ്റൻസസും അവയുടെ മലയാളമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാനുണ്ട്, ഒത്തിരി ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്കത് കുറേയും കൂടി ഉപകാരപ്രദമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 25 സെൻറ്റൻസസ് അതിൻ്റെ മലയാളം കൂടി നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് മലയാളം പറയുമ്പോൾ തന്നെ നിങ്ങളതൊന്ന് ഗസ് ചെയ്യണം, അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളും കൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കണം. ഒപ്പം ഈ 25 സെൻറ്റൻസസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2-3 സെൻറ്റൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ളതാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ പലപ്പോഴും ആളുകളുടെ അടുത്തുനിന്ന് നമ്മൾ പെർമിഷൻ എടുക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയാം? ക്യാൻ ഐ ആസ്ക് യു സംതിങ്? എന്താ പറയുക? ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. Can I ask you something? ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കിക്കോ. Can I ask you something? രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാകാത്തത് പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ പറയും, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയാറുണ്ട് ഇല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്നിങ്ങനെ പറയാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിക്കോ കേട്ടോ. മൂന്നാമത്തെ സെൻറ്റൻസ്, കുട്ടികളെ പോലെ പെരുമാറരുത്. ഓക്കെ, കുട്ടികളെ പോലെ പെരുമാറരുത്. ചിലരുടെ പ്രവൃത്തിയും ചിലവരുടെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, പിന്നെ എന്തൊരു കുട്ടികളെ പോലെ പെരുമാറണേ. ചിലപ്പോൾ നമ്മൾ അവർക്കൊരു വാർണിംഗ് ആയിട്ട് പറയും, കുട്ടികളെ പോലെ പെരുമാറരുത് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മളിത് എങ്ങനെയാ പറയാ? ഡോണ്ട് ബി സോ ചൈൽഡിഷ്. എങ്ങനെയാ പറയാ? ഡോണ്ട് ബി സോ ചൈൽഡിഷ്. ഓക്കെ, കുട്ടികളെ പോലെ പെരുമാറരുത്. അപ്പോൾ അടുത്ത ദിവസം ഏതെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടോ വീട്ടിലുള്ള ഒരു മെമ്പറൊക്കെ കുട്ടികളെ പോലെ പെരുമാറുമ്പോൾ ഇംഗ്ലീഷിൽ അങ്ങ് വെച്ച് കലക്കിക്കോ, ഡോണ്ട് ബി സോ ചൈൽഡിഷ്. ഓക്കെ, ഡോണ്ട് ബി സോ ചൈൽഡിഷ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ ചില സമയത്തൊക്കെ നമുക്കൊരു പ്രേമോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ നിന്നെ വെറുക്കുന്നു. ഓക്കെ, നമ്മൾ കട്ടായും പറയുന്ന ചില സെൻറ്റൻസസ് ആണ് ഞാൻ നിന്നെ വെറുക്കുന്നു. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഭൂരിഭാഗം ഇപ്പോൾ ട്രോൾസൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുപരിചയിച്ച ഒരു സെൻറ്റൻസ് ആണ് ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു. ഓക്കെ, എങ്ങനെയാണ് പറയാം? ഐ ഹേറ്റ് യു. അപ്പോൾ സാധാരണ ഇത് നമ്മൾ അത്ര പോസിറ്റീവായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ല, നമ്മൾ ആരും വെറുക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇത് ഉപയോഗിക്കാം. എന്ത്? ഐ ഹേറ്റ് യു. ഓക്കെ, നിനക്കുറപ്പാണോ? അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. ഓക്കെ, ചിലപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ വന്ന് നമ്മുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒരു റീകൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും, നിനക്കുറപ്പാണോ അല്ലേ? നമ്മളങ്ങനെ ചോദിക്കത്തില്ല, നിനക്കുറപ്പാണോ? എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഒന്ന് പറഞ്ഞു നോക്കിക്കുക മനസ്സിൽ. ആർ യു ഷുവർ? എങ്ങനെയാണ് ചോദിക്കുക? ആർ യു ഷുവർ? ഓക്കെ, ആർ യു ഷുവർ? ഓക്കെ, നിനക്കുറപ്പാണോ? ഇനി ഇത് വല്ല അബദ്ധം പറ്റിയതാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുക. ആർ യു ഷുവർ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് മറന്നു കളഞ്ഞേക്ക്. മറന്നു കളഞ്ഞേക്ക്. ചില ആളുകൾ ചില വിഷമമൊക്കെ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, മറന്നു കളഞ്ഞേക്ക് എന്ന് പറയില്ലേ? ഫൊഗെറ്റ് ഇറ്റ്. എന്താ പറയുക? ഫൊഗെറ്റ് ഇറ്റ്. ഫൊർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ്. ഫൊഗെറ്റ് ഇറ്റ്, മറന്നു കളഞ്ഞേക്ക് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വാക്ക് പഠിച്ചു. മറക്കുക എന്നുള്ളതിന് നമ്മൾ ഫൊർഗെറ്റ് എന്നാണ് പറയുക. ഫൊർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു കളഞ്ഞേക്ക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അല്ലേ, നല്ലൊരു സെൻറ്റൻസ് അല്ലേ? 7ാമത്തെ സെൻറ്റൻസ് ആണ് അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ ലൈക്ക് ഈച്ച് അതർ. ദേ ലൈക്ക് ഈച്ച് അതർ. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. എങ്ങനെ പറയാം? ദേ ലൈക്ക് ഈച്ച് അതർ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കോ. ദേ ലൈക്ക് ഈച്ച് അതർ. ഓക്കെ, എനിക്കിനിയും കാത്തു നിൽക്കാൻ വയ്യ. എനിക്കിനിയും കാത്തു നിൽക്കാൻ വയ്യ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. ഓക്കെ, എങ്ങനെ പറയാം? ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. ഓക്കെ, എനിക്കിനി ഒത്തിരി കാത്തു നിൽക്കാനൊന്നും വയ്യ, എനിക്ക് ബാക്കി പരിപാടികളുണ്ടെന്നൊക്കെ നമ്മൾ സുഹൃത്തുക്കളോട് പറയും അല്ലേ? ഇങ്ങനെ ഇംഗ്ലീഷ് പറയാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തു. ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് സമയമില്ല. ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലേ? നമ്മുടെ ലൈഫിൽ ഒത്തിരി തവണ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ് എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം. ചിലർ പറയും ഐ എം ബിസി എന്ന് പറയും. എനിക്ക് തിരക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. സമയമില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയേണ്ടത് ഐ ഡോണ്ട് ഹാവ് ടൈം എന്നാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് സമയമില്ല, ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് പറയും. 10ാമത്തെ സെൻറ്റൻസ്, നീ തമാശ പറയുകയാണ്.
നീ തമാശ പറയുകയാണ്. ആർ യു കിഡിങ്? ആർ യു കിഡിങ്? നീ തമാശ പറയുകയാണോ? ആർ യു കിഡിങ്? നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കും, നീ തമാശ പറയുകയാണോ? നോക്കിയില്ലേ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിലൊക്കെ ഇനി അടുത്ത പ്രാവശ്യം ചോദിച്ചു നോക്കാം. ആർ യു കിഡിങ്? ഓക്കെ, ഒന്ന് കൂട്ടുകാരും ഞെട്ടട്ടെ, ഒന്ന് ചോദിച്ചു നോക്കിക്കോ. ആർ യു കിഡിങ്? നിന്റെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്? നിന്റെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്? വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്? വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്? ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിന്റെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഈ പിക്കൊക്കെ നിനക്കൊന്ന് അയച്ചു തരാം എന്ന് പറയുകയാണ്. അവിടെ നമുക്ക് ചോദിക്കാം, വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്? ഓക്കെ, ഇനി നമ്മളൊരു ഓഫീസിൽ ചെന്നിട്ടാണ് ഈ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നതെങ്കിലോ, can I get your email address എന്ന് ചോദിക്കാം. can I get your email address? അവിടെ നമ്മൾ കുറച്ചും കൂടി പൊളൈറ്റ് ആവണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഫോർമാറ്റിൽ ഉപയോഗിക്കുന്നത്. കൂട്ടുകാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്? നിൻ്റെ ഇമെയിൽ അഡ്രസ്സ് എന്താ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഞാനത് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ പലപ്പോഴും റിഗ്രറ്റ് ഫീലോടുകൂടെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ്, പക്ഷെ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. ചിലപ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് ചാൻസ് കിട്ടിയിട്ട് സഹായിക്കാതെ നമ്മൾ പറയും, ഞാനത് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ അവനെ സഹായിക്കേണ്ടതായിരുന്നു, ഞാനത് പറയേണ്ടതായിരുന്നു, ഞാനത് ചെയ്യേണ്ടതായിരുന്നു എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. എങ്ങനെയാ പറയാ? ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. ഒന്ന് എഴുതി വെച്ചോ, ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്യേണ്ടതായിരുന്നു. നമ്മളൊരു ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ പിന്നീട് വിഷമത്തോടു കൂടെ പറയുന്ന ഒരു സാധനമാണ് ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്യേണ്ടതായിരുന്നു. അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുമോ? അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുമോ? നമുക്ക് മറവിയുടെ അസുഖം നന്നായിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കാൻ നമ്മൾ പലരെ ഏൽപ്പിക്കും, ഇല്ലേ? അപ്പോൾ അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുമോ എന്ന് നമ്മളൊരാളോട് ചോദിക്കുകയാണ്. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? ക്യാൻ യു റിമൈൻഡ് മീ ടു കോൾ ഹിം? ഓക്കെ, ക്യാൻ യു റിമൈൻഡ് മീ ടു കോൾ ഹിം? അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുമോ? ക്യാൻ യു റിമൈൻഡ് മീ ടു കോൾ ഹിം? ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ മഴക്കാരൊക്കെ കണ്ടിട്ട് കൂട്ടുകാരോട് പറയണം, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. പല ആവർത്തി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് തുടങ്ങും കേട്ടോ. ഒന്ന് എഴുതിയും കൂടിയും വെച്ചോളൂ, ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഓക്കെ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 15ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. നമ്മൾ ചില സമയത്ത് പറയും, അതെൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് കേട്ടോ, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, എനിക്ക് ആ സാധനം പറയാൻ പറ്റണില്ല, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, എൻ്റെ വായുടെ അടുത്തുണ്ട്, പക്ഷെ എനിക്കത് പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് എന്നെങ്ങനെ നമ്മൾ പറയാം? ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്ക്. ഓക്കെ, ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്ക്. എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്. ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്ക്. എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്. അവൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കുകയാണ്. ഓക്കെ, 16ാമത്തെ സെൻറ്റൻസ് ആണ്. അവൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കുകയാണ്. ഹീ ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് വീക്ക്. എങ്ങനെയാ പറയുക? ഹീ ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് വീക്ക്. ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞേ, ഹീ ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് വീക്ക്. അവൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കുകയാണ്. ഹീ ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നമുക്കിനി 17ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. അവിടെ എത്താൻ എത്ര സമയമെടുക്കും? ഓക്കെ, അവിടെ എത്താൻ എത്ര സമയം എടുക്കും? നമ്മൾ ചില യാത്രയൊക്കെ ചെയ്ത് മുഷിച്ച് കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കില്ലേ, അവിടെ എത്താൻ എത്ര സമയം എടുക്കും? ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദെയർ? ഓക്കെ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദെയർ? ഇവിടെ ഒന്ന് ആവർത്തിച്ചോ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദെയർ? നീ ആദ്യമായിട്ടാണോ ഇവിടെ? 18ാമത്തെ സെൻറ്റൻസ് ആണ്. നീ ആദ്യമായിട്ടാണോ ഇവിടെ? ഓക്കെ, ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? നീ ആദ്യമായിട്ടാണോ ഇവിടെ? അവൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ചില സമയത്ത് നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ പറയുന്ന സാധനമാണ്, അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തൊരു പരിപാടി അവൻ കാണിച്ച്, അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഇങ്ങനെ പറയാം, ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഒന്നുകൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എപ്പോഴാണ് പോവുക? ഓക്കെ, ചിലവന്മാർ നമ്മുടെ കൂടെ കൂടി നമ്മൾ ചോദിക്കും, നീ എപ്പോഴാണ് പോവുക? വെൻ വുഡ് യു ലീവ്? നീ എപ്പോഴാണ് പോവുക? ചിലപ്പോൾ അവനൊരു യാത്ര പോവായിരിക്കും, അത് നമ്മൾ ചെന്നിട്ട് ചോദിക്കും, നീ എപ്പോഴാണ് പോവുക? വെൻ വുഡ് യു ലീവ്? ഓക്കെ, വെൻ വുഡ് യു ലീവ് എന്ന് ചോദിക്കും. ഓക്കെ, വെൻ വുഡ് യു ലീവ്? നീ എപ്പോഴാണ് പോവുക? എന്താ കാര്യം? എന്താ കാര്യം? നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്തൊക്കെ ചോദിക്കും, എന്താ കാര്യം? വാട്ട്സ് എ മാറ്റർ? വാട്ട്സ് എ മാറ്റർ? എങ്ങനെയാണ് ചോദിക്കുക? വാട്ട്സ് എ മാറ്റർ? എന്താ കാര്യം? വാട്ട്സ് എ മാറ്റർ എന്ന് ചോദിക്കും. റൈറ്റ്. ഇനി നമുക്ക് 22ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ നിൻ്റെ കൂടെ കൂടണോ? ഞാൻ നിൻ്റെ കൂടെ വരണോ? ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുമ്പോൾ, ചില സ്ഥലത്തേക്ക് പോകാൻ മടി കാണിക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കും ഒരു ധൈര്യത്തിന്, ഞാനും കൂടെ വരണോ? ഞാനും നിൻ്റെ കൂടെ കൂടണോ എന്ന് ചോദിക്കും അല്ലേ? നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡു യു വാണ്ട് മീ ടു ജോയിൻ ഓർ ഡു യു വാണ്ട് മീ ടു ജോയിൻ യു എന്ന് ചോദിക്കാം. നമുക്ക് ഡു യു വാണ്ട് മീ ടു ജോയിൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ
ഡു യു വാണ്ട് മീ ടു ജോയിൻ യു എന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ നിൻ്റെ കൂടെ കൂടണോ, ഞാൻ നിൻ്റെ കൂടെ വരണോ എന്നൊക്കെ ചോദിക്കാനായിട്ടാണ് നമ്മൾ ചോദിക്കുക. ഡു യു വാണ്ട് മീ ടു ജോയിൻ യു. 23ാമത്തെ സെൻറ്റൻസ് ആണ് എനിക്കത് അറിയാമായിരുന്നു. എനിക്കത് അറിയാമായിരുന്നു. ഇല്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോ വീട്ടുകാരൊക്കെ വന്നിട്ട് വലിയ കാര്യമായിട്ട് പറയുമ്പോൾ നമ്മൾ പറയും, എനിക്കത് അറിയാമായിരുന്നു, എനിക്കത് അറിയാമായിരുന്നു എന്ന് പറയും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ന്യൂ ദാറ്റ്, ഐ ന്യൂ ദാറ്റ്. എനിക്കറിയാമായിരുന്നു, അതെനിക്കറിയാമായിരുന്നു. ഐ ന്യൂ ദാറ്റ്, ഐ ന്യൂ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ അങ്ങ് മറുപടി കൊടുത്തു, ഐ ന്യൂ ദാറ്റ് എന്ന് പറഞ്ഞേക്കണം. 24ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. നമ്മൾ തിങ്കളാഴ്ച ദിവസമൊക്കെ ഓഫീസിൽ വന്നിട്ട് സ്ഥിരം നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡ്, എങ്ങനെയുണ്ടായിരുന്നു ആഴ്ചയുടെ അവസാനം. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൗ വാസ് യുവർ വീക്കെൻഡ്. ഓക്കെ, ഹൗ വാസ് യുവർ വീക്കെൻഡ്. എങ്ങനെയുണ്ടായിരുന്നു ആഴ്ചയുടെ അവസാനം, ഹൗ വാസ് യുവർ വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ അടുത്ത തിങ്കളാഴ്ച വന്നിട്ട് ധൈര്യമായിട്ട് ഓഫീസിൽ വന്നിട്ട് നല്ല ഇംഗ്ലീഷിലങ്ങ് ചോദിച്ചേക്കണം, ഹൗ വാസ് യുവർ വീക്കെൻഡ്. നമ്മൾ അവസാനത്തെ നമ്മുടെ ഇന്നത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. നീ എന്താ ചിന്തിക്കുന്നത്, നീ എന്താ ആലോചിക്കുന്നത്, എന്താ നിൻ്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കും. ഇല്ലേ, നമ്മളൊരു കാര്യമൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് ഫാമിലിയിലുള്ളവരോടൊക്കെ ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താ, നിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? വാട്ട് ഡു യു തിങ്ക്. ഓക്കെ, കാഷ്വലി ആണ് നമ്മൾ ചോദിക്കുക. വാട്ട് ഡു യു തിങ്ക്, എന്താ നിനക്ക് തോന്നുന്നത്, നിനക്ക് നിൻ്റെ ചിന്ത എന്താ, അതിനെക്കുറിച്ചുള്ള നിൻ്റെ ആലോചന എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കും. വാട്ട് ഡു യു തിങ്ക്, വാട്ട് ഡു യു തിങ്ക്, എന്താണ് നിൻ്റെ അഭിപ്രായം എന്നാണ് ലിറ്ററലി നമ്മളത് ചോദിക്കുന്നത്. പക്ഷെ കാഷ്വലി നമ്മൾ ചോദിക്കുക ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, വാട്ട് ഡു യു തിങ്ക്. അപ്പോൾ നമ്മൾ 25 സെൻറ്റൻസസ് പഠിച്ചു. മലയാളവും ഇംഗ്ലീഷും നമ്മൾ പഠിച്ചു. ഈ 25 എണ്ണവും നിങ്ങളൊരു ബുക്കിൽ എഴുതിയെടുക്കണം. മലയാളം എഴുതണം, ഒപ്പം ഇംഗ്ലീഷും എഴുതണം, ഒപ്പം നമ്മളത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം. നിങ്ങൾ 3, 4, 5 സെൻറ്റൻസസ് വെച്ച് ഓരോ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഇതുപോലെ ഒത്തിരി സീരീസസ് മുൻപ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാനത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ വീഡിയോസും കാണണം, ഒപ്പം ഈ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങളിതെല്ലാം ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം. ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3, 4, 5 സെൻറ്റൻസസ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഒപ്പം നിങ്ങൾ പഠിച്ച സെൻറ്റൻസ് നിങ്ങൾക്കൊന്നുകൂടെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും, നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.